ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഞങ്ങളുടെ വീഡിയോ ആദ്യത്തെ കാണുന്നവരുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യാൻ മറക്കരുത്. അപ്പോഴത്തെ ഇവരാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഇഡ്ഡലിയും ഒരു ഓറഞ്ച് ചട്നിയും ഒരു വൈറ്റ് ചട്നിയാണ് കേട്ടോ. സംഭവം എന്ന് വെച്ചാൽ ഇന്ന് രാത്രി മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അരിയൊക്കെ ഇട്ടിട്ട്. പക്ഷെ അതിന് വീടെടുക്കാൻ പറ്റിയിട്ടില്ല, കാരണം ഇന്നൊക്കെ ഫുഡ് കൊടുക്കുന്ന സമയത്ത് ഫോൺ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ കളിച്ച് ലാസ്റ്റ് എടുത്ത് ചാർജ് തീരുണ്ടായിട്ടില്ല. അപ്പോൾ ഫോൺ കുത്തി വെച്ചിട്ടുണ്ടായി, അതുകൊണ്ട് അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ എന്നോടാണെങ്കിൽ മറന്നു ചെയ്ത് അങ്ങനെ പിറ്റേ രാവിലെ എണീച്ചോ കേട്ടോ ഞാൻ പിന്നെ വീഡിയോ എടുക്കുന്നത്. ആണിതേ നമ്മൾ ആദ്യം ഓറഞ്ച് കളറുള്ള ചട്നി ഉണ്ടാക്കാൻ വിചാരിച്ചു കേട്ടോ. അതിനായിട്ട് ആദ്യം ഒരു ചട്ടി അടുപ്പത്ത് വെക്കാം കേട്ടോ. അതിനുശേഷം അതിലേക്ക് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ഉള്ളി ഇട്ടിട്ട് നന്നായി ഒന്ന് ഇതാക്കാം കേട്ടോ. പിന്നെ ഉള്ളി ഒന്ന് വേഗം വാങ്ങിച്ച് കുറച്ച് ഉപ്പും കൂടി ഇട്ടെടുക്കാം കേട്ടോ. അതിൻ്റെ ഇളക്കി ഒന്ന് മൂടി വെക്കാം കേട്ടോ. ഒന്ന് മൂടി വന്ന് കുറച്ച് ഉടഞ്ഞെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിലേക്ക് മുറിച്ച് വെച്ച തക്കാളി ഉണ്ടല്ലോ അത് ഇട്ടെടുക്കാം കേട്ടോ. ആണ് ഈ തക്കാളി അതും കൂടി ഒന്ന് മൂടി വെച്ചതിന് ശേഷം തക്കാളിയും ഉള്ളി നന്നായി ഒന്ന് ഉടഞ്ഞതിന് ശേഷം അതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ടെടുക്കാം കേട്ടോ. എന്താക്കിയാൽ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സിയിലിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. ആ സാധനം ഒന്ന് അരച്ചൊക്കെ വന്നു കഴിഞ്ഞാലുണ്ടല്ലോ ചട്ടി വെച്ചതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ വെച്ചതിന് ശേഷം അതിൽ കടുകിട്ട് പൊട്ടിക്കാം കേട്ടോ. അതിന് ശേഷം അതേ കടുകിൽ തന്നെ കായ്മുളകും കറിവേപ്പിലും ഇട്ട് പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച ചായതുണ്ടല്ലോ ആ തക്കാളി ചട്നിയിലേക്ക് അത് ഒന്ന് ഒഴിച്ച് ഒന്ന് ഇതുപോലെ ഒന്ന് ചൂടാൻ വെക്കാം കേട്ടോ. ഈ സാധനം തിളച്ച് മൂടി കഴിഞ്ഞ് ഒന്ന് ഓഫ് ആയിക്കണേ നമ്മുടെ ആ ഓറഞ്ച് കളർ ചട്നി തയ്യാറായിട്ടോ. ഇനി നമുക്ക് ഇഡ്ഡലി ഇടാം കേട്ടോ. ഇഡ്ഡലി കഴിഞ്ഞാൽ നമ്മൾ രാത്രി വെച്ച മാവുണ്ടല്ലോ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അതിന് ശേഷം ഇഡ്ഡലി തട്ടിലേക്ക് ഓരോ തട്ടിലേക്കായിട്ട് ഇതുപോലെ എണ്ണ ഒഴിച്ച് നന്നായി തടവി കൊടുക്കുക കേട്ടോ. ഇഡ്ഡലി തടഞ്ഞ എല്ലാ കുഴിയിലേക്കും എണ്ണ ഇറങ്ങിയ ശേഷം അതിന് അത് ഇഡ്ഡലി ചെമ്പിലേക്ക് വെക്കാം കേട്ടോ. അതിന് ശേഷം അതിലേക്ക് ഓരോന്നായി മാവ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ ഈ ഒരു മാവിൻ്റെ പ്രത്യേകത എന്നത് ഇത് പൊന്താൻ വേണ്ടിയിട്ട് ഇതിനകത്ത് ഈസ്റ്റോ അപ്പക്കാരോ ഒന്നും ഇട്ടിക്കില്ല കേട്ടോ. എന്നിട്ടും ഇത്രയ്ക്ക് സോഫ്റ്റിൽ ഇഡ്ഡലി നമുക്ക് കിട്ടും കേട്ടോ. ഇഡ്ഡലി കണ്ടാൽ ഞങ്ങൾക്ക് ഇഡ്ഡലി നന്നായിട്ടൊന്ന് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. ആണിത് ഉണ്ടാക്കി ഇഡ്ഡലിയൊക്കെ ഓരോന്നോരോന്ന് പ്ലേറ്റിലേക്ക് ഇടാം കേട്ടോ. അതിപ്പം മുറിച്ചൊക്കെ തന്നെ ഇത്രയ്ക്ക് സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി കേട്ടോ നമുക്ക് കിട്ടിയത്. ഇപ്പം നമ്മൾ തക്കാളി ചട്നിയും ഇഡ്ഡലി ഉണ്ടാക്കി കേട്ടോ. ഇനി നമുക്ക് ബാക്കി തേങ്ങാ ചട്നി ഉണ്ടാക്കാം കേട്ടോ. തേങ്ങാ ചട്നി ഉണ്ടാക്കാനായിട്ട് ആദ്യം മിക്സിയിലേക്ക് ആവശ്യത്തിന് തേങ്ങ ഉണ്ടല്ലോ അത് ചെറുക്കി ഇട്ടെടുക്കാം കേട്ടോ. അതിലേക്ക് 2 പച്ചമുളകും ഒന്ന് മുറിച്ചിട്ട് ഇഞ്ചി ഉണ്ടല്ലോ അത് ഇട്ടെടുക്കാം കേട്ടോ. അതിലേക്ക് തേങ്ങ 3 നേരം വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതിന് ശേഷം ഇതുപോലത്തെ ഒരു പാത്രം ചൂടാക്കി വെക്കാം കേട്ടോ. ചൂടായതിനു ശേഷം അതിലേക്ക് എണ്ണ ഒഴിച്ച് നന്നായി ഒന്ന് ചൂടാക്കിയാൽ അതിലേക്ക് കടുകിട്ട് നല്ലോണം പൊട്ടിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ ഇട്ട തന്നെ കായ്മുളകും കറിവേപ്പിലിട്ട് ഒന്ന് ഇതാക്കാം കേട്ടോ. നമ്മൾ നേരത്തെ അരച്ച ആ മറ്റേ തേങ്ങാ ചട്നിയുടെ ആയിട്ടുണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചാൽ നമ്മുടെ തേങ്ങാ ചട്നി ആയിട്ടോ. അങ്ങനെ നമ്മുടെ തക്കാളി ചട്നിയും തേങ്ങാ ചട്നിയും ഇഡ്ഡലിയും നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. എന്തായാലും ഇത്ര കഷ്ടപ്പെട്ടുണ്ടാക്കിയല്ലേ ആ സ്ഥിതിക്ക് ടേസ്റ്റൊക്കെ ഞമ്മത് ഒരു പുതിയ ആളുകൾക്ക് കൊണ്ടുവന്നു കേട്ടോ. പിന്നെ ഇന്നൊക്കെയാണെങ്കിൽ ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനം കേട്ടോ. ഇഡ്ഡലിയും 2 ചട്നിയും എന്നിട്ട് ഒക്കെ ഒഴിച്ചു കൊടുത്തിട്ടോ. എന്നിട്ട് ഒരു ടേസ്റ്റൊക്കെ വേണ്ടി നിൽക്കലാണ് കേട്ടോ. പിന്നെ ആൾക്ക് കറികളോട് ഭയങ്കര ഇഷ്ടമാണ്. ആദ്യം ആ 2 പാത്രത്തിലുള്ള കറി കേട്ടോ അതുകൊണ്ട് ഓക്കെ. പിന്നെ നമ്മൾ പ്ലേറ്റിലേക്ക് കാണിച്ചു കേട്ടോ. പ്ലേറ്റിലേക്ക് ഇതാക്കാൻ ഓക്കെ. അങ്ങനെ നമ്മളിത് ഇഡ്ഡലിയൊക്കെ തിന്നാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര കേട്ടോ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ബൈ.